നെയ്യാറ്റിൻകരയിലേക്കാണ് നമ്മൾ. ഗോപന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കാൻ പോവുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. വൈകിട്ട് 3:30 കല്ലറ സ്ഥിതി ചെയ്തിരുന്ന അതേ സ്ഥലത്ത് ആചാരപ്രകാരം സമാധി നടത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത്. സ്റ്റെഫിൻ ചേരുന്നുണ്ട്, അമൽ വീട്ടിൽ നിന്നും ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, മൃതദേഹം ആചാരപ്രകാരം സംസ്കരിക്കുന്നതിലേക്കുള്ള നടപടികൾക്ക് തുടക്കമായോ? ഇപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണോ കാണുന്നത്? സംഘടനാ നേതാക്കളൊക്കെ ഉണ്ട്, ബന്ധുക്കളുണ്ട്, നാട്ടുകാരുണ്ട്. എപ്പോൾ മൃതദേഹം വിട്ടു നൽകും? പ്രജീഷ്, ഞാൻ നിൽക്കുന്നത് നെയ്യാറ്റിൻകര സ്വദേശി ഗോപന്റെ വീട്ടിലാണ്. ഇവിടെയാണ് സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ വീട്ടിൽ പൂർത്തിയായിട്ടുണ്ട്. ആശുപത്രിയിൽ അമൽ തേനംപറമ്പിൽ ഉണ്ട്. അവിടെ നിന്നും അല്പസമയത്തിനും തന്നെ മൃതദേഹം ഘോഷയാത്രയായിട്ട് കൊണ്ടുവരുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രത്യേകമായി ഒരു ഇടം സജ്ജീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു, ഇതിലും കുറച്ചുകൂടി ചെറിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ പൊളിച്ചാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയത്. അതേ സ്ഥലത്ത് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഋഷിപീഠം എന്ന് എഴുതി വെച്ച ഈ സ്ഥലത്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളെല്ലാം തന്നെ ഉള്ളത്. 2010 ഇദ്ദേഹം ഗോപൻ സമാധിയാകണം എന്നൊരാഗ്രഹം അറിയിച്ചിരുന്നു. സമാധിയായി കഴിഞ്ഞാൽ ഈ ഒരു ശിലാഫലകം അവിടെ ഇദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകണമെന്നുള്ള കാര്യവും അറിയിച്ചിരുന്നു. അതനുസരിച്ച് മക്കൾ ഈ ഋഷിപീഠം എന്ന ഒരു ബോർഡ് ഇവിടെ വെക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു ഇരിപ്പിടവും തയ്യാറാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഇരുത്തിയാണ് നേരത്തെ അടക്കം ചെയ്തിരുന്നത്. അവിടെ നിന്നാണ് ഇത് പൊളിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ, അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടുന്ന് ബന്ധുക്കളും മക്കളും ഈ സംഘടനയിലെ നേതാക്കളും ഒക്കെ തന്നെ അങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് 1 കിലോമീറ്റർ മാത്രമേ ഈ ആശുപത്രിയിലേക്ക് ദൂരമുള്ളൂ. അവിടെ നിന്ന് ആശുപത്രി ദൃശ്യങ്ങളാണ് കാണുന്നത്. അമലിലേക്ക് കൂടി, അമൽ ആശുപത്രിയിൽ നിന്നും മൃതദേഹം വിട്ടു നൽകുകയാണ്. വാഹനത്തിലേക്ക് കയറ്റുന്നു. നെയ്യാറ്റിൻകരയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്നും ഇപ്പോൾ ഈ വീട്ടിലേക്ക്, സ്റ്റെഫിൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. ഉടുപ്പിയിൽ നിന്നുള്ള ചില സന്യാസിമാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആശുപത്രിയിൽ വലിയ ആൾക്കൂട്ടവുമുണ്ട്. ഇവർക്ക് ഒപ്പം ഇതൊരു നാമജപ ഘോഷയാത്രയായി വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. VSDPയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ള നേതാക്കന്മാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ ഗോപന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയാണ്. 3:30 സംസ്കാരം നടക്കുക.